ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം L2E എമ്പുരാന്റെ ട്രെയിലർ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന നമ്മുടെ ലാലേട്ടൻ്റെ രാജുവേട്ടൻ്റെ L2E എമ്പുരാൻ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം രാത്രിയിലായിരുന്നു ട്രെയിലർ ഇറങ്ങിയത്. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ചുമ്മാ ഒന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ട്രെയിലർ കണ്ടത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി വല്ല ഫേക്ക് ആണോ, കുറേ പേർ ഇറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആശീർവാദ് സിനിമാസിൻ്റെ തന്നെ. അപ്പോൾ ഈ പൃഥ്വിരാജ് പറഞ്ഞത് അടുത്ത ദിവസം 1 മണിക്ക് 1:08 ഇടുമെന്നായിരുന്നു പറഞ്ഞത്, അപ്ലോഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് നേരത്തെ എന്നറിയത്തില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അതായിരുന്നു എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു, ഇത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ. മിക്കവരും അത് നോട്ടീസ് ചെയ്ത് വലുതായിട്ട് പോയി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടും ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ആശീർവാദ് സിനിമാസ് തന്നെ സെയിം. അപ്പോൾ എന്തെങ്കിലും കാരണം കാണും എന്നറിയായിരുന്നു. പിന്നീടാണ് ന്യൂസിൽ വന്നത് അവരുടെ കയ്യിൽ നിന്ന് ആശീർവാദ് സിനിമാസിൻ്റെ ആണോ ആരുടെയെന്ന് അറിയത്തില്ല. അപ്പം അവരുടെ കയ്യിൽ നിന്ന് എമ്പുരാൻ്റെ ട്രെയിലറിൻ്റെ വേറെ മലയാളമല്ല, എനിക്കൊന്ന് കന്നഡ തെലുങ്ക് എന്തോ എന്ന് തോന്നുന്നു. അപ്പം ചെറുതായിട്ടൊന്ന് ലീക്കായി, അറിയാതെ അൺലിസ്റ്റ് ചെയ്തത് അങ്ങോട്ട് പബ്ലിക്കായി പോയി. അപ്പം തന്നെ അവർ മാറ്റം ചെയ്തു. പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്പ്രെഡ് ആയതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ലീക്കായെന്നും പറഞ്ഞു വന്നു. അപ്പം എന്തായാലും ഇനി ആളുകൾ ഈ സ്ക്രീൻഷോട്ട് കാണുന്നതിലും നല്ലത് ട്രെയിലർ റിലീസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞിട്ട് ഡെവിൾ അൺലീഷസ് അറ്റ് നൈറ്റ് മിഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് പൃഥ്വിരാജും നമ്മുടെ ലാലേട്ടനും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ട്രെയിലർ അവർ ഇറക്കിയത്. അതായത് നമ്മളായിട്ട് തന്നെ ഇറക്കിയത്. അവർ നമ്മളെ കുറ്റപ്പെടുന്നത് നമ്മളായിട്ട് ട്രെയിലർ ഇറക്കിച്ച് ഡെവിളിനെ ഇറക്കിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണ്. കാര്യം സ്ക്രീൻഷോട്ട് എല്ലാം മാക്സിമം സ്പ്രെഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ കുറ്റക്കാർ എന്ന രീതിയിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ രാത്രി തന്നെ കണ്ടിരുന്നു. ഒന്നും പറയാനില്ല. അമ്മാതിരി ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ എന്തു എച്ചാതി ഫ്രെയിംസാ ഇറക്കിയേക്കുന്നത്. ഫുള്ള് ഒരു 3 മിനിറ്റ് 40 സെക്കൻഡ് എത്ര കണ്ട് ഉണ്ട് ട്രെയിലർ. അത്രയും നീളമുള്ള ട്രെയിലർ ഞാൻ ആദ്യം ഇത്രയും നീളമുള്ള ട്രെയിലറോ എങ്ങനെയായിരിക്കും ഇത്? ബോറടിക്കത്തില്ലേ? ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഇച്ചിരി ഒന്ന് ഷോർട്ടാക്കി ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വരിക എന്നുള്ളതല്ലേ. പക്ഷെ ഒരിടത്ത് പോലും ഒരു ലാഗ് തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. അമ്മാതിരി എഡിറ്റ് ചെയ്ത ആളെയും സമ്മതിച്ചു കൊടുക്കണം. അമ്മാതിരി എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ പൊളി. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഗൂസ് ബംസ് വരും. അമ്മാതിരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങ് കയറി വരും. താഴേന്ന് ലോയിൽ നിന്ന് അങ്ങ് പീക്കിലോട്ട് കയറി അങ്ങ് വരും. ആ രീതിയിലുള്ള ഒരു ട്രെയിലർ ആയിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി കണ്ടു, ഞാൻ പറഞ്ഞില്ലേ കണ്ടിരുന്നു. ഞാൻ ഒരു വട്ടമല്ല കണ്ടത്, കുറേ വട്ടം കണ്ടു. പിന്നെ അതുപോലെ അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻസ് കണ്ടു. പിന്നെ എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് വീഡിയോ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ റിയാക്ഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ട്രെയിലറിലൊക്കെ കാണാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. സ്റ്റാർട്ടിങ് PK രാംദാസ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിൽ പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ് കണ്ടില്ലേ? അപ്പം അവരുടെ മക്കളല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ലൂസിഫറിൽ നമുക്കറിയാം ടോവിനോ ആയിരുന്നു പിന്തുടർച്ചയായിട്ട് വന്നത്. അതെന്ത് ഏത് രീതിയിൽ പിന്നീട് ഇത് കഥ മാറുന്നതിൻ്റെ ആയിരിക്കും അവർ കാണിക്കുന്നത്. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ ഞാൻ ലുക്ക് തന്നെ അല്ലേ അത് നിങ്ങൾ ശ്രദ്ധിച്ചല്ല? ഓരോ ഫ്രെയിമും കണ്ടില്ലേ? ആ പിക്ചറിൽ എന്തുവാണ് ഒരു മാസീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രെയിം അതേ രീതിയിൽ മാസീവായിട്ട് എടുത്തേക്കുന്നത്. ആ ഓരോ ഫ്രെയിമും നമ്മൾ ആ സിറ്റുവേഷൻ, ആ സ്ക്രീനിൻ്റെ സിറ്റുവേഷൻ കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ജസ്റ്റ് സംഭാഷണത്തിലൂടെ മാത്രമല്ല, ആ ഫ്രെയിമിൽ മൊത്തം ആ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഓരോന്നും എടുത്തിരിക്കുന്നത്. നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത. ഓക്കെ, പുതിയൊരു പാർട്ടി വരുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് തോന്നുന്നു അടുത്ത സീൻ കാണിച്ചേക്കുന്നത്. സുരാജ് ഏട്ടനാണ് പാർട്ടിയായിട്ട് കാണിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എബ്രാം ഖുറേഷിയുടെ കാര്യങ്ങൾ അറിയിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിൽ അത് അറിയാമല്ലോ, ലൂസിഫർ മന്ത്രിയായിട്ടാണ് ലാലേട്ടൻ വന്നത്. അപ്പം അതിനൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് റിവീൽ ചെയ്യാനാണെന്ന് തോന്നുന്നു, അത് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അതിപ്പോൾ അങ്ങനെ ഒരു കാര്യം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭരണത്തിരിക്കുന്ന പാർട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഭരണത്തിലിരിക്കുന്നത് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടാവും. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്
ആ ഒരു ഡ്രാഗന്റെ ഇത് കണ്ടില്ലേ, അത് ആരാന്ന് മനസ്സിലാകുന്നത് മിക്കവരും ഫഹദ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി ചിലപ്പോൾ ആ ഒരു വില്ലൻ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിലേക്ക് കരുതി വെക്കുന്നതായിരിക്കാം. ആ ഒരു സ്ക്രീനിലെ കാണത്തോളൂ, തേർഡ് പാർട്ടിലായിരിക്കും വരുന്നത് വില്ലൻ. ചിലപ്പോൾ ഇതിൽ തന്നെ കാണുമായിരിക്കാം, നോക്കാം. പിന്നെ ആ പയ്യനെ കാണിച്ചില്ലേ, പയ്യനെ എനിക്ക് തോന്നുന്നു മോലാന്റെ കുഞ്ഞിലായിട്ട് ഒളിച്ചോടിയതിനു ശേഷം, കുട്ടിയിലെ ഒളിച്ചോടിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഈ കാട്ടിലോട്ട് വന്ന് അങ്ങനെ വന്ന എന്റെ സീനായിരിക്കാം കാണിക്കുന്നത്. ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? കരാറ്, തുർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന, എൽബ്രാൻഡ്. അത് കണ്ട ഒരു കുരിശ, അത് കണ്ട് പൊളിഞ്ഞു വീണപ്പോ എൽ ഷേപ്പിലൊക്കെ കിടക്കുന്നത്. എവിടെയും ചെന്ന് നോക്കിയാലും എല്ല് തന്നെ, എൽബ്രാൻഡ്. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്. മസൂദ്, അതായത് രാജുവേട്ടന്റെ കൊച്ചിലെ കുട്ടിക്കാലം ആയിരിക്കും. രണ്ടുപേരുടെയും കുട്ടിക്കാലം എനിക്കൊന്ന് മെയിനായിട്ട് ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് എനിക്ക് മിക്കവാറും തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ, അതായത് ലൂസിഫറിന്റെ അവസാനം കാണിച്ചേക്കുന്നില്ലേ, ഇന്റർനാഷണൽ ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. അതിന്റെ ഇടയിലായിരിക്കും ഇതിന്റെ കൂടൊപ്പം തന്നെ നാട്ടിലെ ഈ പുതിയ പാർട്ടി വരുന്ന ആ സീനും കാണിക്കും. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇവർ തമ്മിലുള്ള റിലേഷൻ വളർന്നു വന്നതും കാര്യങ്ങളെല്ലാം ഇവരിങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആയതും എല്ലാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് തോന്നുന്നു. തമോഗോളങ്ങളുടെ എമ്പുരാൻ. ആ കുട്ടിയുടെ എന്തരാന്നുള്ള ലുക്ക്, ആ നോട്ടം മതി, വേറൊന്നും വേണ്ട. ചരിഞ്ഞുള്ള നടപ്പും ആ നോട്ടവും മാത്രം മതി. ഇതോ രോമാഞ്ചം നോക്കി. ഞാനിത് ഏതാണ്ട് ഒരു 7 തവണ കണ്ടും തോന്നി ഈ ട്രെയിലർ. എൻ്റെ ആ ട്രെയിലർ റിയാക്ഷനും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ദോ ഇപ്പോഴേ കാണുമ്പോഴും രോമാഞ്ചം വരിക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ജാൻവി അല്ലാതെ ഒരാളെ ഉള്ളു രക്തബന്ധം എന്ന് പറയാൻ. അത് ടോവിനൊക്കെ എന്തെങ്കിലും പറ്റുന്നതായിട്ടാ എന്തോന്ന് അറിയത്തില്ല. പണ്ട് എപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ, അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല പുതിയൊരു പാർട്ടി വന്നപ്പം ഖുറേഷി അബ്രഹാമിന്റെ സീക്രട്സ് റിവീൽ ചെയ്യുകയെന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. ഇവർ ഇപ്പോഴായിരിക്കും അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിന്റെ അന്വേഷിക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ സീന് കാണിക്കുന്നത്. അതായിരിക്കും കഥയിൽ വരുന്നത്. അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഹോളിവുഡ് ലെവൽ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ എന്നാ ലുക്ക് ആശ്രയിക്കാൻ. ഈ പ്രായത്തില്. The enemy of an enemy is a friend. പുള്ളിക്കാരൻ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലെ സായിദ് മസൂദ്. പൃഥ്വിരാജ് രക്ഷയില്ല. ഈ ആൾ എവിടെ വന്നാലും ഏത് ഫ്രെയിമിലും ലുക്ക് തന്നെ, എങ്ങനെ വന്നാലും. We have to end this war. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത് അതായത് കാണാനുണ്ട്, ആ ട്രെയിലറിൽ തന്നെ കാണാനുണ്ട്. പല പല ഫ്രെയിമുകൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുക. അത് തന്നെ ഒരു രസമുണ്ട് കാണാൻ. നാട്ടിൽ വന്ന് മുണ്ടെടുത്ത് വട. ആ ട്രെയിലറിന്റെ എൻഡിൽ തന്നെ കണ്ടില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ പീക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാ. ഓ ദീപക്, രക്ഷയില്ല ദീപക് ദേവ്. റിങ്ങൊക്കെ എടുത്ത് വലിച്ചെറിയ. എത്ര ആളുകൾ ചർച്ച ചെയ്തു റിങ്ങ. യൂട്യൂബിലൊക്കെ ഇത്രയും ഡീകോഡ് ചെയ്ത റിങ് എടുത്ത് വലിച്ചങ്ങ് എറിയ ചുമ്മാ. But answer this one question. Who are you really? Lucifer.
7 മാർച്ച്. അപ്പം ആ ലാസ്റ്റത്തെ ഞാൻ ഈ ട്രെയിലർ തന്നെ ഇത്രയും വട്ടം കണ്ടിട്ട് കൂടി എനിക്ക് ഓരോ വട്ടം കാണുമ്പോഴും സത്യം പറഞ്ഞാൽ അത് രോമാഞ്ചം വന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല. രണ്ടുപേരും അങ്ങനെ 27-ാം തീയതി വരികയാണ്. ഞാൻ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് 2-3 ദിവസത്തേക്കെല്ലാം ഫുള്ള് ലോക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. ആദ്യമേ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ ആദ്യമേ തന്നെ പോയി കാണണം. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മാക്സിമം പോയി കാണാൻ ശ്രമിക്കും. അപ്പം എല്ലാവരും പോയി കാണുക. ട്രെയിലർ തന്നെ അന്യായം, ഒരു രക്ഷയില്ല. നല്ല ലെങ്ത് ഉള്ളൊരു മൂവിയാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ ട്രെയിലർ പോലെ തന്നെ ലാഗ് വരത്തില്ല. കാര്യം ഇത്രയും ടെറൈൻ നിന്ന് ഉള്ള ഫ്രെയിംസാണ്. അപ്പം അത്രയും കൺട്രീസിൽ നിന്നൊക്കെ പോയി എടുത്തേക്കുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റോറി പോകുന്നത് മിക്കവാറും ലൂസിഫറിന്റെ എൻഡിൽ ലാലേട്ടൻ ഇന്റർനാഷണൽ ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെയുള്ള ഏജൻസികൾ ഇവരെ ലോക്ക് ചെയ്യുന്നതും അവരായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻസും കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും നാട്ടിലെ ഈ പൊളിറ്റിക്സ് പരമായിട്ടുള്ള പുതിയ പാർട്ടി വരുന്നതും ഇവരുടെ ഇബ്രാഹിം ഖുറൈഷിയുടെ കാര്യം റിവീൽ ചെയ്യുന്നതും അതുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവർ അറിഞ്ഞിട്ട് അത് അന്വേഷിക്കുന്നതും. എനിക്ക് ടോവിനോക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാലേട്ടൻ നാട്ടിലേക്ക് വരുന്നതും അപ്പോഴുള്ള ഫൈറ്റ് സീനാണ് ആ വാട എന്നുള്ള വിലയൊക്കെ മിക്കവാറും അതായിരിക്കും. അതിനുശേഷം അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഇടയിലായിരിക്കും മിക്കവാറും ഇത് പൃഥ്വിരാജ് ഈ മസൂദിൻ്റെയും ലാലേട്ടൻ്റെയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അവരെങ്ങനെയാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എൻഡിലായിരിക്കും എനിക്കൊന്ന് തേർഡ് പാർട്ടിൽ ആ ഡ്രാഗൻ്റെ ഒക്കെ ഒരു റിവീൽ ചെയ്യുന്ന സംഭവം അതൊക്കെ ഫൈറ്റൊക്കെ വരുന്നത് മിക്കവാറും ലാസ്റ്റ് ആയിരിക്കും. തേർഡ് പാർട്ടിലോട്ടായിരിക്കും തോന്നും. ചിലപ്പോൾ ഇതിൽ തന്നെ വരാം. കാര്യം ഇത്ര ലെങ്ത് വരുന്നുണ്ട്, ഇതിൽ തന്നെ കാണും. അപ്പം എല്ലാവരും പോയി കാണുക. ഞാൻ എക്സൈറ്റഡ് ആണ്. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലും രാജുവേട്ടൻ ഫാൻ എന്ന രീതിയിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഒന്നും പറയാനില്ല, അത്രയ്ക്കുണ്ട്. ക്ലാസ്, മാസ്, പിന്നെന്താ പറയുക, ഒന്നും പറയാനില്ല. അപ്പം എല്ലാവർക്കും ബൈ.